ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ഫലമില്ലയാത മമ വശമാക്കൊല ജഗതി മലമൂത്രമായ തടി പലനാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേയുദിപ്പതിന് കളയാതെ കാലമിഹ നാരായണായ നമ. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ധർമ്മം നിറവേറ്റുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് ശരീരം. അതിനപ്പുറം അതിന് പ്രസക്തിയില്ല. ഒരു മലിനദേഹവും വഹിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതയാത്ര. മാംസം, മേധസ്, അസ്ഥി, മജ്ജ, രസം, രക്തം, ശുക്ലം എന്നിവയാണ് ശരീരത്തിലെ സപ്തമാലിന്യങ്ങൾ. അതുകൊണ്ട് തന്നെ നാൾക്കുനാൾ ഇത് പരിണമിക്കുകയും ജീർണിച്ച് നശിക്കുകയും ചെയ്യുന്നു. ആസക്തികൾ നിറവേറ്റാനാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്കിൽ ദുഃഖത്തിനും പതനത്തിനും കാരണമായി തീരുകയും ചെയ്യും. ആത്മസാക്ഷാത്കാരത്തിന് ഇത് ഉപകരിക്കുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് എന്തു പ്രയോജനമാണ് ഉള്ളത്? വിവേകത്തോടെ പ്രവർത്തിച്ചാൽ ഈ മലിനമായ ദേഹം കൊണ്ട് തന്നെ നമുക്ക് ആനന്ദ ദർശനത്തിലേക്ക് എത്താനാകും. യാതൊരു പ്രയോജനവും ഇല്ലാതെ എൻ്റെ ശരീരം നിലനിർത്തരുത് എന്നും മമബോധത്തിൽ എൻ്റെ എന്ന തോന്നലിൽ തളച്ചിടരുത് എന്നും വളരെ കാലം ഇതിനെ ഇങ്ങനെ നിലനിർത്തി ക്ലേശിപ്പിക്കരുതെന്നുമാണ് ആചാര്യന്റെ പ്രാർത്ഥന. അതിനു പകരമായി അളവില്ലാത്ത അനന്തമായ വെളിവ്, അതായത് ബ്രഹ്മജ്ഞാനം എന്നിൽ ഈ ജീവിതത്തിൽ തന്നെ ഉദിക്കുന്നതിന് ഒട്ടും കാലതാമസമില്ലാതെ നിൻ കൃപ ഉണ്ടാകണമെന്നും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. കാത്തു സൂക്ഷിക്കാൻ മാത്രം യാതൊരു മേന്മയും ഈ ശരീരത്തിന് ഇല്ല. ഇതൊരു പാഴ്ചുമടായി പലകാലം നിലനിർത്തുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഒരുപാട് പീഡകളെ ഏറ്റുവാങ്ങുന്ന ഒന്നാണിത്. ദേഹാഭിമാനം വർദ്ധിക്കുന്ന പക്ഷം ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ചിന്ത രൂഢമൂലമായ ആത്മജ്ഞാനത്തിന് ഇത് വിഘാതം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതിനാൽ ശരിയായ ബോധോദയം കാലവിളംബമില്ലാതെ അരുളണം എന്നാണ് എഴുത്തച്ഛൻ്റെ അപേക്ഷ.